1 ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ വിജ്ഞാപനം വന്നിട്ടുണ്ട്. എനി ഡിഗ്രി ഈസ് ആക്സെപ്റ്റഡ്, ഫ്രഷേഴ്സ് ആർ പ്രിഫേർഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഡിഗ്രി ഉള്ള ഫ്രഷേഴ്സിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. പിന്നെ സെയിൽസ് ന്യൂ കമേഴ്സ് വിത്ത് സ്ട്രോങ് സെയിൽസ് പൊട്ടൻഷ്യൽ ആർ എൻകറേജ് ടു അപ്ലൈ എന്ന് പറഞ്ഞ് സെയിൽസിൽ സ്കില്ലും കാര്യങ്ങളും താല്പര്യമുള്ള ആളുകൾ, അതിലൊരു എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കാര്യങ്ങൾ സെയിൽസ് ജോബിനെ കുറിച്ചും കാര്യങ്ങൾ യൂസ് സ്ട്രോങ് നെഗോസിയേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം പറയുന്നുണ്ട് കമ്പനി ഗ്രോത്തിന് വേണ്ടിയിട്ട്. പിന്നെ വർക്ക് വിത്ത് സെയിൽസ് ആൻഡ് ടെക്നിക്കൽ ടീം ടു എൻഷർ ക്ലയൻറ്റ് നീഡ്സ് ആർ മീറ്റ് എന്ന് പറയുന്നുണ്ട്. ക്ലയൻറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും. അപ്പോൾ നമുക്കറിയാലോ ഒരു സെയിൽസ് ഫീൽഡിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത്. അങ്ങനെ കുറച്ച് ട്രാക്ക് ആൻഡ് റിപ്പോർട്ട് സെയിൽസ് ആക്ടിവിറ്റീസ് ആൻഡ് പൈപ്പ് ലൈൻസ്, മെയിൻറ്റെയിൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ എഫക്റ്റീവ് അക്കൗണ്ട് മാനേജ്മെൻറ്റ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മളൊരു സെയിൽസ് ഫീൽഡിൽ വരുന്ന കാര്യങ്ങൾ മാത്രം തന്നെയാണ്. പിന്നെ പറയുന്നത് പ്രിഫേർഡ് സ്കില്ലുകളാണ് പറഞ്ഞത്. കാൻഡിഡേറ്റ് മസ്റ്റ് വില്ലിംഗ് ടു കണ്ടക്ട് സെയിൽസ് ആക്ടിവിറ്റി ഔട്ട്സൈഡ് ഓഫ് ദ ഓഫീസ്. പിന്നെ സക്സസ്ഫുൾ ഇന്ത്യൻ മേ ബി ഓഫേർഡ് പെർമനൻറ്റ് റോൾ ബേസ്ഡ് ഓൺ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവാണ്. പിന്നെ സ്ഥിരം പെർമനൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ടു അപ്ലൈ ആൻഡ് റെസ്യൂം എന്ന് പറയുന്നത് നമ്മൾ ആ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അതിലേക്കാണ് അതിൻ്റെ സബ്ജക്റ്റ് കൊടുക്കേണ്ടത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് എന്തായാലും കൊടുക്കണം. അപ്ലിക്കേഷൻ വിത്തൗട്ട് സബ്ജക്റ്റ് ലൈൻ വിൽ നോട്ട് ബി കൺസിഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് ഇല്ലാതെ നമ്മൾ CV മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും ഈ ഇമെയിൽ അഡ്രസ്സ് കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിന്നെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലും കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ പറ്റില്ല എങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആക്കുക. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.